നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ മണിക്കൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ഫോണിൽ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാം. ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. 048428300510 ഈ നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ആ ദൃശ്യങ്ങൾ അയച്ചു നൽകാം. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യാം. നമ്മൾ വയനാട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ വരും ദിവസങ്ങളിലും തുടരും. സംശയമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ തിരച്ചിൽ. ഇന്നത്തെ തിരച്ചിലിൽ ചാലിയാർ തീരത്ത് നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാൻ സർക്കാർ നടപടി തുടങ്ങി. അതേസമയം രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പിനും ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. മണ്ണെടുത്ത മനുഷ്യരെ തേടിയുള്ള ദുരന്ത ഭൂമിയിലെ തിരച്ചിൽ ഇനിയും തുടരും. പക്ഷേ സംശയമുള്ള ഇടങ്ങളിൽ മാത്രമായിരിക്കും തിരച്ചിൽ. താൽക്കാലിക പുനരധിവാസമടക്കമുള്ള അതിജീവന പ്രക്രിയകൾക്കായിരിക്കും ഇനി കൂടുതൽ പ്രാധാന്യം നൽകുക. NDRF, വനംവകുപ്പ്, പോലീസ്, തണ്ടർബോൾട്ട്, ഫയർഫോഴ്സ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തുടരുന്ന തെരച്ചിൽ. ചാലിയാറിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 5 കിലോമീറ്റർ മേഖലയിലും ചാലിയാറിലുമാണ് തെരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. സംശയമുള്ള പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും ഇനിയുള്ള തെരച്ചിൽ. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമര ഉൾപ്പെടുന്ന പ്രധാന ഭാഗങ്ങളിൽ തെരച്ചിൽ ഏറെക്കുറെ പൂർത്തിയായതായി ADGP MR അജിത് കുമാർ. എല്ലാ മേഖലയും ഒരു പ്രാവശ്യം കംപ്ലീറ്റ്ലി തെരച്ചിൽ കഴിഞ്ഞു, ഫുള്ളായിട്ട് തെരച്ചിൽ കഴിഞ്ഞു. ഇനി അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും വെള്ളം ഇറങ്ങുന്നത് കൊണ്ടും വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾക്ക് വീണ്ടും നോക്കുകയാണ്. വീണ്ടും നോക്കുമ്പോൾ തന്നെ വീണ്ടും ബോഡി നോക്കുന്നുണ്ട്. ഈ എൻറ്റയർ ഏരിയ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ എപ്പോൾ സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി 253 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം കെട്ടിട ഉടമകൾ സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചായിരിക്കും താൽക്കാലിക പുനരധിവാസം. 14 ക്യാമ്പുകളിലായി 18 സംഘങ്ങളെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. ആരുമില്ലാത്തവർക്കായി പ്രത്യേക കരുതൽ സംവിധാനം ഒരുക്കുമെന്നും വാഗ്ദാനം. മൃതദേഹഭാഗങ്ങൾ തിരിച്ചറിയാനുള്ള DNA പരിശോധന നടപടികൾ ഉടൻ പൂർത്തിയാകും. ഇതോടെ തിരിച്ചറിയാതെ സംസ്കരിച്ചവരിൽ കൂടുതൽ പേരെക്കുറിച്ചുള്ള വ്യക്തത വരുമെന്നാണ് പ്രത്യാശ. ദുരന്തബാധിതരുടെ ഉരുളെടുത്ത രേഖകൾ വീണ്ടെടുക്കുന്നതിനായി പ്രത്യേക ക്യാമ്പുകൾക്കും തുടക്കമായി. ദുരന്തത്തിൽ മരിച്ചവരുടെയും ഈടുവച്ച വസ്തുക്കൾ നഷ്ടമായവരുടെയും മുഴുവൻ വായ്പകളും കേരള ബാങ്ക് എഴുതിത്തള്ളും. ചൂരൽമല ശാഖയിലെ വായ്പകളാകും എഴുതിത്തള്ളുക. അനവധി മനുഷ്യജീവിതങ്ങളെയും ഒരു നാടിനെ ഒന്നാകെയുമാണ് ദുരന്തം തകർത്തുകളഞ്ഞത്. അതിജീവന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കരുതലോടെ നാം ഈ ജനതയെ ഇനിയും ചേർത്തു പിടിക്കണം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 വയനാട്. അപ്പോൾ വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് നാട് ഒന്നാകെ. ശ്രീരാജ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സേവനം കഴിഞ്ഞ് മടങ്ങുന്ന സൈന്യത്തിന് സ്നേഹവിരുന്ന് നൽകുകയാണ് കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ. കോഴിക്കോട്ടുകാരുടെ സ്നേഹം അത് ശ്രീരാജ് കാലിക്കട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ കണ്ടെത്തിയ 53 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബാക്കിയുണ്ട് എന്ന റവന്യൂ മന്ത്രി കെ രാജൻ. DNA പരിശോധന നടത്താൻ ബന്ധുക്കളുടെ രക്തസാമ്പിൾ പരിശോധിക്കുന്നുണ്ട്. 18 വയസ്സിന് താഴെയുള്ള 6 കുട്ടികൾ ഒറ്റപ്പെട്ടു പോയെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. 178 മൃതശരീരങ്ങൾ ഇതിനകം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 53 ഐഡൻറ്റിഫൈ ചെയ്യാത്ത മൃതശരീരങ്ങളാണ്. അങ്ങനെ 53 മൃതശരീരങ്ങളും 203 ബോഡി പാർട്സും ഉൾപ്പെടെ 256 ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട DNA ടെസ്റ്റും അതിനനുസൃതമായ വിധത്തിൽ ബന്ധുക്കളുടെ രക്തസാമ്പിളുകളുടെ പരിശോധനയും അതിവേഗത്തിൽ നടന്നു വരികയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടമായവരുടെ താൽക്കാലിക പുനരധിവാസം ഉടൻ പൂർത്തിയാക്കുമെന്ന് കൂടി റവന്യൂ മന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, അങ്ങനെ ഒരു ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട്, മറുഭാഗത്ത് സർക്കാർ ഈ പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കുകയാണല്ലോ. റവന്യൂ മന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് വിശദീകരിച്ചു ദീപക്?
ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരച്ചിൽ അതിൻ്റെ ഒടുവിലത്തെ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം തെരച്ചിലിൽ ഓരോ ദിവസവും കിട്ടുന്ന ശരീരഭാഗങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു മൃതദേഹവും 2 ശരീരഭാഗവുമാണ് കിട്ടിയത്. അത് കിട്ടിയത് മലപ്പുറം ഭാഗത്തു നിന്ന് തന്നെയാണ്, ഒരെണ്ണം വയനാട് ഭാഗത്തു നിന്നുമാണ് കിട്ടിയത്. അത് തെരച്ചിൽ ഇനി പൂർണ്ണമായും ഈ താഴ്വാരം കേന്ദ്രീകരിച്ചായിരിക്കും എന്നുള്ളതാണ് ഇന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോടേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി കെ രാജനും ജില്ലയിൽ നിന്നുള്ള OR കേളുവുമാണുള്ളത്. മന്ത്രി AK ശശീന്ദ്രൻ ഉപസമിതി അംഗം ബംഗളൂരുവിലെ യോഗത്തിന് പോയിരിക്കുകയാണ്, ആന സംരക്ഷണവുമായി, മനുഷ്യ കോൺഫ്ലിക്റ്റുമായിട്ടുള്ള യോഗത്തിൽ. ഏതായാലും ഇന്ന് നാളെ കൂടി തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെയും തിരച്ചിൽ തുടരും. അത് പൂർണ്ണമായും വനാന്തരങ്ങളിലൂടെ പോകുന്ന ചാലിയാറിൻ്റെ താഴ്വാരങ്ങളിലായിരിക്കും തെരച്ചിലുണ്ടാവുക. 7 സെക്ടറുകൾ തിരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ്. പക്ഷേ തെരച്ചിൽ ഇനിയും അധികനാൾ നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ള ചർച്ചയും ആരംഭിച്ചിട്ടുണ്ട്. കാരണം അത്തരത്തിൽ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും നടത്തി കഴിഞ്ഞു. അതിൻ്റെ അവസാനവട്ട ശ്രമമായിരുന്നു ഇന്നലെയും നടന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തിരച്ചിൽ ഈ വാലി കേന്ദ്രീകരിച്ച് താഴ്വാരത്തേക്ക് മാത്രം നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ ഒതുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന് സർട്ടിഫിക്കറ്റ് വിതരണം, അതായത് നഷ്ടപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം ശരിയായ രീതിയിൽ പുരോഗമിക്കുന്നു. ഇന്ന് തന്നെ 1000-ലേറെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒറ്റപ്പെട്ടു പോയവരുടെ എണ്ണം, അതിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് ഉടൻ തന്നെ തീരുമാനിക്കും. അത് മുഖ്യമന്ത്രി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ഒരു ഓൺലൈൻ മീറ്റിംഗ് മന്ത്രിസഭാ ഉപസമിതിയുമായും ചീഫ് സെക്രട്ടറിയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തിയിരുന്നു. അതിൽ ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഒരാശങ്കയും ഉണ്ടാകരുത് എന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ ഉപസമിതിക്ക് നൽകിയത്. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ ഒരു ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നുണ്ട്, മറുഭാഗത്ത് പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. സീന മുഹമ്മദ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വാടക വീടിന്റെ കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് കൂടി തീരുമാനിക്കാൻ പറയണേ എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ഒരുപക്ഷെ തീരുമാനമെടുക്കുന്നത് പുതിയ സംവിധാനം അവർക്ക് ഒരുങ്ങുന്നതുവരെ ആ വാടക വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും. അത്തരത്തിൽ സർക്കാർ വാടക വീടുകൾ കണ്ടെത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സീന അക്കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ എത്തിക്കുന്നത് മേപ്പാടി ഹെൽത്ത് സെന്ററിലാണ്. അവിടെ കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടത്തിലാണ് ശ്രീജിത്തിനെയും അനീഷിനെയും കണ്ടത്. അവരുടെ വാക്കും പ്രവൃത്തിയും ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ തട്ടുന്നതാണ്. കൊച്ചിയിൽ നിന്ന് വയനാട്ടിലെ മേപ്പാടിയിലേക്ക് എത്ര ദൂരമുണ്ടാകും? മനസ്സുകൾ തമ്മിലാണെങ്കിൽ ഒട്ടും ദൂരമില്ലെന്ന് ഉറപ്പിച്ചു പറയാം. ദുരന്ത ഭൂമിയിൽ നിന്ന് എടുക്കുന്ന മൃതദേഹങ്ങൾ കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനെത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകർ മേപ്പാടി ഹെൽത്ത് സെന്ററിൽ കഴിഞ്ഞ 12 ദിവസമായി ഒരേ മനസ്സോടെയുണ്ട്. ആ കൂട്ടത്തിൽ കൊച്ചിക്കാരൻ അനീഷും മേപ്പാടിക്കാരൻ ശ്രീജിത്തും. സഹായം കൊടുത്തു മടങ്ങാനെത്തിയ അനീഷിനെ ഈ മണ്ണിൽ പിടിച്ചു നിർത്തിയ മനസ്സിറക്കത്തിന് എന്തു പേര് നൽകും? ഞങ്ങൾ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കുറച്ച് സാധനങ്ങളുമായിട്ട് വന്നത് 6 ദിവസം മുമ്പ് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇറക്കിയിട്ട് പോകാമെന്ന് കരുതിയ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടത്. അപ്പോൾ അവസ്ഥ കണ്ടപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള ഒരാഗ്രഹത്തിൽ അങ്ങനെ ആദ്യത്തെ 2-3 ദിവസം ഇവിടെ ഒരു നിഷാദ് എന്ന് പറഞ്ഞ പുള്ളി വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒരു അസീസ് കല്ലുംപുറം എന്ന് പറഞ്ഞിട്ട് BARKയുടെ ഒരു പുള്ളി ഞാനൊക്കെ നമ്മളൊരു പരിചയമില്ല, ആരാണെന്നൊന്നും അറിയില്ല. പുള്ളിയുടെ വീട്ടിൽ 2-3 ദിവസം നിന്ന്. അപ്പോൾ പുള്ളിക്ക് ഇതേപോലെ കോയമ്പത്തൂർ പരിപാടി ഉണ്ടായപ്പോൾ പോയി. പിന്നെ നേരെ ഇവിടെ ഹോസ്പിറ്റലിലും താഴെ പറ്റിയവർക്കായിട്ടൊക്കെ പല സ്ഥലത്തായിട്ടൊക്കെയാണ് കിടക്കുന്നത്. ശ്രീജിത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ചൂരൽമലയിലും മുണ്ടക്കയിലും. കുതിച്ചു പാഞ്ഞെത്തുന്ന ആംബുലൻസുകളിലേക്ക് അവൻ കണ്ണുപായിക്കും, അറിയുന്നവരുണ്ടോ എന്ന്. ഇവിടെയാണ് താൻ നിൽക്കേണ്ടതെന്ന് സ്വയം ഉറപ്പിച്ച് ഹെൽത്ത് സെന്ററിലുണ്ട്. പരിചയക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേരിൽ കുറെ പേര് മരണപ്പെട്ടു പോയി. പിന്നെ തിരിച്ചറിയാനും ഒന്നിനും പറ്റുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായതുകൊണ്ട് പരമാവധി സഹായിക്കാന്നുള്ളൊരു മുൻഗണന എടുത്തിട്ട് ഇറങ്ങിയതാണ് ഇതിലേക്ക്. ഇന്നിവർ കൂട്ടുകാരാണ്. പരസ്പരം താങ്ങാകുന്നു, വേദനകൾ പങ്കുവയ്ക്കുന്നു. പ്രായമോ മതമോ സ്ഥലമോ മടിയോ ഒന്നും ആരെയും ബാധിക്കുന്നില്ല. മരിച്ചവർ, ജീവിച്ചിരിക്കുന്നവർ, ഇങ്ങനെ 2 കള്ളികൾ മാത്രം. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം വിപിൻ C വിജയൻ, 24 വയനാട്. ഇങ്ങനെ ഒരുപാട് നല്ല മനുഷ്യർ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ആശ്വാസമായി എത്തിയിട്ടുണ്ട്. അവരിങ്ങനെ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അത് നല്ല പാഠം കൂടിയാണ് ഈ ഘട്ടത്തിൽ. നമ്മൾ ശിരൂരിലേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ ശിരൂർ ദൗത്യം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാർവാറിൽ അല്പസമയത്തിനകം ഒരു യോഗം ചേരാൻ പോകുന്നുണ്ട്. ജില്ലാ കളക്ടർ, SP,
ഒപ്പം നാവികസേനയുടെ അംഗങ്ങൾ ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. നാളത്തെ പരിശോധനയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കാം എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് ശിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് നാവികസേന പ്രാഥമികമായ ഒരു പരിശോധന നടത്തുകയുണ്ടായല്ലോ. യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും? ഈ ദൗത്യത്തിന്റെ കാര്യത്തിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അരുൺ? ഉന്മേഷ്, കാർവാർ ഉത്തര കന്നഡ ജില്ലയുടെ ആസ്ഥാനമാണ് കാർവാർ. കാർവാറിൽ അല്പസമയത്തിനകം തന്നെ ഈ അടിയന്തര യോഗം ആരംഭിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, നാവികസേനയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ള യോഗമാണ്. ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ആ യോഗത്തിൽ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് നാവികസേനയുടെ പ്രാഥമിക പരിശോധന അവിടെ നടന്നിരുന്നു. പുഴയിലെ അടിയൊഴുക്ക് പരിശോധിച്ചു എന്നതാണ് നമുക്ക് അവിടെ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാവികസേന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കുവെക്കും. ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക നാളെ മാത്രമായിരിക്കും. നാളെ രാവിലെ വീണ്ടും നേവിയുടെ സംഘം ഈ ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തും, അടിയൊഴുക്ക് പരിശോധിക്കും. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത് ഈ 3 നോട്ട്സിലേക്ക് എത്തിയാൽ മാത്രമേ ഈ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന സാധ്യമാകൂ എന്നതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത്. 3.5 നോട്ട്സിലേക്ക് എത്തിയാൽ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാം എന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നതാണ് നിലവിലിപ്പോൾ പരിശോധിക്കുന്നത്. അതിനാണ് തുടർച്ചയായി നിലവിലിപ്പോൾ ഈ പുഴയിലെ അടിയൊഴുക്ക് നേവി തന്നെ നേരിട്ട് പരിശോധിക്കുന്ന സാഹചര്യമുള്ളത്. നാളത്തെ പരിശോധന വളരെ നിർണായകമാണ്. രാവിലെ വീണ്ടും പുഴയിലെ അടിയൊഴുക്ക് പരിശോധിച്ച് കൃത്യമായി എത്രയാണ് പുഴയിലെ അടിയൊഴുക്ക്, എത്ര നോട്ട്സ് ആണെന്ന് അതൊരു സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം അന്തിമ തീരുമാനത്തിലേക്ക് പോകും എന്നതാണ് നിലവിലിപ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ ഉടൻ തന്നെ കാർവാറിലെ യോഗം ആരംഭിക്കും. നേരത്തെ കർണാടക ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയത് ഇതിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ അടിയൊഴുക്ക് തന്നെയാണ്. അടിയൊഴുക്ക് കുറഞ്ഞാൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളില്ല എന്ന് കർണാടക സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ തുടർ നടപടി ഉണ്ടാകുന്നു എന്നത് പ്രതീക്ഷ നൽകുന്നതാണ്. ശരി, അരുൺ പൂപ്പറമ്പയാണ് ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഒട്ടേറെ പ്രേക്ഷകർ വിവിധ ഇടങ്ങളിലെ മഴ സംബന്ധിച്ച് വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. ബേബി പറയുന്ന എറണാകുളത്ത് ഹെവി റെയിൻ എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ നല്ല മഴ പെയ്യുന്നു അബൂബക്കർ അറിയിക്കുന്നുണ്ട്. ഒപ്പം സോന കൊല്ലത്ത് നല്ല മഴയാണ് എന്ന് പറയുന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിന്ന് അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ മഴയുടെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. പവിത്രൻ പാതിരപ്പറ്റ കോഴിക്കോട് നേരത്തെ കനത്ത മഴയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇപ്പോൾ ശക്തമായ മഴ ലഭിക്കുന്നു എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉരുൾപൊട്ടലിന്റെ ഭീതി ഇനിയും വിട്ടുമാറിയിട്ടില്ല കോഴിക്കോട് വിലങ്ങാട്ടുകാർക്ക്. അപകടമുണ്ടായി 2 ആഴ്ച കഴിഞ്ഞിട്ടും കുടുംബങ്ങൾ പലതും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയാണ്. പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കണം എന്നാണ് ഉയരുന്ന ആവശ്യം. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന നടന്നു. കനത്ത മഴയ്ക്കിടെ കഴിഞ്ഞ 30-ന് പുലർച്ചെയാണ് വിലങ്ങാട് മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകളിൽ വലിയ നാശനഷ്ടം സംഭവിച്ചു. റിട്ടയേർഡ് അധ്യാപകൻ 60-കാരനായ മാത്യുവിന് ജീവൻ നഷ്ടമായി. 14 വീടുകൾ ഒഴുകിപ്പോകുകയും 112 വീടുകൾ വാസയോഗ്യമല്ലാതായി മാറുകയും ചെയ്തു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. കാർഷിക മേഖലയിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. റവന്യൂ, KSEB, പൊതുമരാമത്ത്, ജലവിഭവം തുടങ്ങി വിവിധ വകുപ്പുകൾക്ക് കോടികളുടെ നാശമാണ് ഉണ്ടായത്. ഏറെ നാളുകളായി ദുരിതക്കയത്തിലാണ് പ്രദേശവാസികൾ. കോടികളുടെ നഷ്ടമാണ് എൻ്റെ വീടിനുള്ളത്. കാരണം വീട് 10-12 വർഷമായിട്ടുള്ള വീട് വെച്ചിട്ട് ഫോണെടുക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് കയറിയതാണ്. പക്ഷേ എന്നെ ആരും വിട്ടില്ല. അപ്പോൾ വിടാതിരുന്നുകൊണ്ട് വിട്ടിരുന്നെങ്കിൽ ഞാനിന്ന് ഇങ്ങനൊരു മേഖലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറുമെന്ന് സംഘം അറിയിച്ചു. പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിന് മുമ്പുള്ള സാറ്റലൈറ്റ് ഇമേജും ഉരുൾപൊട്ടലിന് ശേഷമുള്ള ചിത്രങ്ങളും പരിശോധിച്ച് നാശനഷ്ടങ്ങളുടെ തോത് കണക്കാക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വാണിമേൽ, നാദാപുരം, എടച്ചേരി, വളയം പുഴകളിൽ കല്ലും മണ്ണും മരവും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ദ്രുതഗതിയിൽ ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ പുഴ ഗതി മാറിയൊഴുകും. അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, K രാജൻ, AK ശശീന്ദ്രൻ, P പ്രസാദ്, റോഷി അഗസ്റ്റിൻ എന്നിവർ പ്രദേശം സന്ദർശിച്ചിരുന്നു. ദുരന്തബാധിതരെ സുരക്ഷിതമായ സ്ഥലത്ത് ടൗൺഷിപ്പ് മാതൃകയിൽ പുനരധിവസിപ്പിക്കണം എന്നാണ് ആവശ്യം. നഷ്ടങ്ങളുടെ കണക്ക് പരിശോധിച്ച് വിലങ്ങാടിനായി പ്രത്യേക പാക്കേജ് നടപ്പാക്കണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്.
കോഴിക്കോട് നിന്ന് രജീഷ് കരിവള്ളൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഒന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്. വയനാട്ടിൽ ഇപ്പോൾ മഴ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നെന്ന് ജോമോൾ അറിയിക്കുന്നുണ്ട്. ഓമനാകൃഷ്ണൻ തൊടുപുഴയിൽ നല്ല മഴയാണെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയത്ത് നല്ല മഴ പെയ്യുന്നു, എറണാകുളത്ത് മഴയുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുള്ള ദിവസമാണ്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പത്തനംതിട്ട അടൂർ കീരിക്കുടിയിൽ പാറക്കുളത്തിൽ വീണ നായയെ രക്ഷിച്ചു. വാഴപ്പിണ്ടി കൊണ്ട് ചങ്ങാടം കെട്ടിയാണ് നായയെ കരയിലെത്തിച്ചത്. നാട്ടുകാരനായ രതീഷാണ് 30 അടിയുള്ള പാറക്കുളത്തിൽ നിന്ന് നായയെ രക്ഷപ്പെടുത്തിയത്. വി ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, നേരത്തെ നാട്ടുകാരൊക്കെ പരാതി പറയുന്നുണ്ടായിരുന്നുവല്ലോ, രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല, ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ട് എത്തിയില്ല എന്നൊക്കെ. ഇപ്പോൾ നാട്ടുകാർ തന്നെ നായ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയെന്നാണോ ജയശങ്കർ? അതായത് ഇന്ന് നമ്മൾ വൈകുന്നേരമാണ് ഈ ഒരു വാർത്ത അറിയുന്നത്. നമ്മുടെ ക്യാമറമാൻ സഞ്ജയ് ആണ് ഇങ്ങനെ നായ കുടുങ്ങിയ കാര്യം പറയുന്നത്. നമ്മളപ്പോൾ തന്നെ കാര്യമൊന്നും ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടെത്തി. പിന്നാലെയാണ് ഈ നായയുടെ ഒരു ദയനീയ സ്ഥിതി കാണുന്നത്. ഈ നായ നമ്മളെ കാണുമ്പോഴൊക്കെ കുരച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. നമ്മളെത്തി കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഈ നായയെ രക്ഷിച്ച രതീഷേട്ടൻ അങ്ങോട്ട് വരുന്നത്. പുള്ളി പിന്നാലെ ഒരു വാഴ വെട്ടുന്നു, ഒരു ചങ്ങാടം ഉണ്ടാക്കുന്നു, ധൈര്യത്തോടെ ഇറങ്ങുന്നു. നമ്മളെല്ലാം പറഞ്ഞു ഫയർഫോഴ്സ് വരട്ടെ, എന്നിട്ട് രക്ഷപ്പെടുത്താം, അത്ര സുഖകരമല്ല വെള്ളവും അവസ്ഥയൊക്കെ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി തയ്യാറായില്ല. ഒരു ജീവനാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി അങ്ങോട്ട് ഇറങ്ങിയത്. എന്തായാലും ഈ നായയെ രക്ഷിച്ച രതീഷേട്ടൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫയർഫോഴ്സിനൊന്നും കാത്തു കണ്ട് അങ്ങ് ചാടാൻ തോന്നിയത്? ഓൾറെഡി 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു എൻ്റെ സുഹൃത്ത് ഒരു പട്ടി അവിടെ വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അത്രയും ദൂരം ഞാൻ ഒരു 20 കിലോമീറ്റർ ഓടി വരണ്ടല്ലോ, അപ്പം ഒരു പട്ടിയല്ലേ, ജസ്റ്റ് അത് പിണ്ടിയോ വല്ലതും വെട്ടിക്കൊടുത്ത് തന്നെ രക്ഷിക്കാൻ നോക്കുക എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് പിന്നെ അങ്ങ് വിട്ടു ഞാനിപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ പറഞ്ഞാൽ പട്ടി ഇതുവരെ പോയിട്ടില്ല, അതൊരു കല്ലിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കാര്യം ഒരു 2 പിണ്ടി വെട്ടിത്താ, ഞാൻ അതിനെ രക്ഷിച്ചോളാം. അപ്പോൾ പറഞ്ഞു ഫയർഫോഴ്സൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അവർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം, അല്ലെ ഒരുപാട് ആഴമുള്ള ഒരു ഏരിയ, ഒരുപാട് നാളായി കിടക്കുന്ന ഒരു കുളമാണ്, അപ്പോൾ അത് വലിയ ആപത്തായിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 2 പിണ്ടി വെട്ടി തന്നാൽ മതി, നമുക്ക് ഈ മീൻ പിടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് രമേശ് എന്നോട് പറഞ്ഞാൽ നീ കുഴപ്പമില്ല, നീ ഇറങ്ങിക്കോ, സെറ്റ് ചെയ്ത് നമുക്ക് ഇറങ്ങിക്കോ. പിന്നെ ഒരു പെണ്ണ്, ആദ്യമായിട്ടൊരു പെണ്ണ് ഈ ലേ എന്ന് പറഞ്ഞൊരു ഈ അടുത്തുള്ള അല്ലേ, അദ്ദേഹം പറഞ്ഞു നമ്മൾ ഇറങ്ങിക്കോ, കുഴപ്പമില്ല, നമ്മൾ സെറ്റാണ്. ഇനി ഇപ്പോൾ ഈ പട്ടി നായ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഇവിടെയുള്ള ആൾക്കാർ തന്നെ അത് കെയർ ചെയ്തോളും, കുഴപ്പമില്ല. അത്രത്തോളം പേടിച്ചു ഓൾറെഡി. കണ്ടോ, 2 ദിവസമായിട്ട് ഫുഡ് ഇല്ലാതെ വെള്ളവും ഇല്ലാതെ അങ്ങനെ കിടക്കുന്ന ഒരു പട്ടിയായിരുന്നു. എന്തായാലും നാട്ടുകാർ ഈ നായയെ രക്ഷപ്പെടുത്തി അതിന് ഭക്ഷണം വെള്ളവും ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു ഉടമസ്ഥൻ വരുന്നതുവരെ ഇതിനെ ഇവിടെ ഈ പരിസരത്ത് തന്നെ വളർത്താനാണ് അവരുടെ ഒരു ആഗ്രഹം. എന്തായാലും വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയൊരു കാഴ്ചയാണ് ഇത്. കാരണം അവരുടെ ഒന്നുമല്ലാത്ത അത്രയും റിസ്ക് എടുത്തുകൊണ്ട് രതീഷേട്ടനെ പോലെയുള്ള ആളുകൾ ഈ നായയെ രക്ഷപ്പെടുത്തുന്നു, പിന്നീട് അതിനെ വളർത്താൻ തീരുമാനിക്കുന്നു. എന്തായാലും ഈ നാട്ടുകാരുടെ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ കൂടി കാഴ്ചകളാണ് ഇവിടെ നിന്നുണ്ടാവുന്നത്. എന്തായാലും ആ നായ നിലവിൽ സുരക്ഷിതയാണ്, അതിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും 2 ദിവസമായി ഭക്ഷണവും വെള്ളവും ലഭിക്കാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ട്, അത് വഴിയെ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ആ നായയെ രക്ഷിച്ച രതീഷിനോടുള്ള സ്നേഹം അറിയിക്കുന്നുണ്ട് നിഷ. ഒപ്പം ജോസ്വിനും പറയുന്നുണ്ട് ആ ജീവൻ രക്ഷിക്കാൻ തോന്നിയ നല്ല മനസ്സിന് സല്യൂട്ട് എന്ന്. അപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ രതീഷിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയിൽ. പ്രേക്ഷകർ ഈ മഴ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്, ഏതൊക്കെ അലേർട്ട്, ഏതൊക്കെ ജില്ലകളിൽ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ അല്പസമയത്തിനകം ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ മഴ മുന്നറിയിപ്പുകൾ എന്നതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മഴ വിവരങ്ങൾ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പുതിയ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച ആ വാർത്തയിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. ഏത് നിമിഷവും ഒരു ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന പേടിയിൽ കഴിയുകയാണ് പാലക്കാട് ഒറ്റപ്പാലം വരോട് നിവാസികൾ. പ്രദേശത്തെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനത്തിലാണ് നാട്ടുകാരുടെ ആശങ്ക. മതിയായ അനുമതികൾ ഇല്ലാതെയാണ് ക്വാറിയുടെ പ്രവർത്തനമെന്ന് നാട്ടുകാർ പറയുന്നു. സഞ്ചാരികൾക്ക് അനകൻമലയെന്നാൽ കാഴ്ചയുടെ വസന്തമാണ്. ചുറ്റിലും പച്ചപ്പും പാറപ്പുറത്തു നിന്നുള്ള കാഴ്ചയും കാറ്റും എല്ലാം അനുഭവിച്ചു തന്നെ അറിയണം. അനങ്ങന്മല പൊട്ടിത്തുടങ്ങി, ഞങ്ങൾ മരിക്കും, പ്രദേശവാസികൾക്ക് അഡ്വാൻസ്ഡ് ആദരാഞ്ജലികൾ. പ്രദേശത്ത് ഇങ്ങനെയൊരു ബോർഡ് വെക്കാൻ കാരണം കഴിഞ്ഞ കുറേ അധികം നാളുകളായി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്വാറി മൂലമാണ്. വലിയ അപകട മുനമ്പിലാണ് പ്രദേശവാസികൾ ഇപ്പോൾ കഴിയുന്നത്.
ഇവിടുത്തുകാർക്ക് അനങ്ങന്മലയെന്നാൽ ഇന്നൊരു ഭയമാണ്. ഏത് നിമിഷവും ഒരു ദുരന്തത്തെ മുന്നിൽ കാണേണ്ടി വരുമെന്ന് ഭയന്ന് ജീവിക്കുകയാണവർ. ആയിരക്കണക്കിന് ആളുകളാണ് അനങ്ങന്മലയ്ക്ക് താഴെ വരോട് മേഖലയിൽ ജീവിക്കുന്നത്. ഉറച്ചൊരു മഴ പെയ്താൽ ഇവിടുത്തുകാർക്കിപ്പോൾ പേടിയാണ്. നേരത്തെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് തന്നെ ക്വാറി പ്രവർത്തനം തുടങ്ങി. ക്വാറി സജീവമായതോടെ രാത്രിയിൽ ഉറങ്ങാൻ പോലുമാകുന്നില്ലെന്ന് നാട്ടുകാർ. ഇവിടെ ഒറ്റപ്പാലം താലൂക്കിൽ ഇവിടെ ഞാൻ അറിയാൻ ഒരു അധികാരികളൊന്നും ഇത് അറിയാത്തവരില്ല, അറിയിക്കാത്തവരില്ല, വന്ന് കണ്ട് സാക്ഷ്യപ്പെടുത്താത്തവരില്ല. ഇവരൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അതോ ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുകയാണോ നമുക്ക് സംശയമാണ്. ഞാൻ ഈ കോറി നടത്തുന്നതിന് നേരെ താഴെ താമസിക്കുന്നത്. 2018 മുതൽ ഞങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങണില്ല. മതിയായ പാരിസ്ഥിതിക അനുമതികളോടെയല്ല ക്വാറിയുടെ പ്രവർത്തനമെന്നാണ് ആക്ഷേപം. അവിടെ പൊട്ടുന്ന സമയത്ത് നമ്മളെ വീടാണ് ഇത്. ഇവിടെ ജനലുകൾ ഇങ്ങനെ ഇത് ചെയ്യും. നല്ല മറ്റേ ഒരു പറയൽ വരും. നല്ല കാഠിന്യമായ പൊട്ടുന്നത്. പിന്നെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. നമ്മൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കണു. 10 ലോഡ് കല്ലിന് എടുക്കാൻ ഓർഡർ കൊടുക്കാൻ 300 ലോഡ് കല്ല് ഇറങ്ങി പോകണു. ആരും ചോദിക്കാനുമില്ല, അവിടെ പോയി അന്വേഷിക്കാനില്ല, പറയാനുമില്ല. മരിക്കും മുമ്പേ പ്രദേശവാസികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുകയാണ് നാട്ടുകാർ. ക്വാറിക്ക് അനുമതി നൽകിയവരോടുള്ള പ്രതിഷേധം ഇങ്ങനെ അറിയിക്കുകയാണിവർ. ആ കാണുന്ന ക്വാറിയിൽ വലിയ വലിയ പൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ ഈ താഴെയുള്ള മനുഷ്യരുടെ നെഞ്ചിൽ ആദിയാണ്. ക്വാറിയുടെ പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കാതെ തങ്ങൾക്ക് സ്വൈര്യജീവിതം സാധ്യമാകില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശ്യാം ബാലുവിനൊപ്പം ഒറ്റപ്പാലത്തുനിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, പലയിടത്തും ശക്തമായ മഴയുണ്ട്. നഗല, വയനാട് ഹെവി റെയിൻ ആൻഡ് തണ്ടർ എന്ന് അറിയിക്കുന്നുണ്ട്. ദേവിക രാമചന്ദ്രൻ തിരുവനന്തപുരം അമ്പൂരി ഭാഗത്ത് മഴയുണ്ടെന്ന് പറയുന്നു. വയനാട്ടിലെ മഴയുടെ കാര്യം അതുൽ NP ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മലപ്പുറത്ത് ഭയങ്കര മഴയാണെന്ന് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. റഫീഖ് ചോദിക്കുന്നത് വീണ്ടും മഴ തുടങ്ങി നാശമുണ്ടാകുമോ, കാലാവസ്ഥ റിപ്പോർട്ട് ഇങ്ങനെയാണോ എന്നതാണ് ചോദ്യം. ഏറ്റവും പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം ഈ 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോഴുള്ളത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. അത് ഏതൊക്കെ ജില്ലകളാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇപ്പോൾ ഈ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഇന്നത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഇങ്ങനെയാണ്. നാളത്തെ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ശക്തമായ മഴയുള്ളത് ഹരികൃഷ്ണൻ? ഉന്മേഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് കാലവർഷം അല്ലെങ്കിൽ മഴ സജീവമാകുകയാണെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് തന്നെയാണ്. ഇന്ന് 10 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. 10 ജില്ലകളിൽ അതിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇടുക്കിയിലും മലപ്പുറത്തുമാണ്. ബാക്കി 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട് എന്നീ 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും ഈ മധ്യകേരളത്തിനും അങ്ങോട്ടുള്ള ജില്ലകളിലൊക്കെയും ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വകുപ്പ്. ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 35 കിലോമീറ്റർ മുതൽ 55 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഈ പ്രതികൂല കാലാവസ്ഥയായതിനാൽ കേരള തെക്കൻ തീരത്തും അതേപോലെ തന്നെ ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തീരദേശവാസികൾ അതേപോലെ തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്ന ഒക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഈ കടലിലേക്കുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം ഒഴിവാക്കണം. ഈ കൃഷിയിടങ്ങളിലേക്കുള്ള വൈദ്യുതി ലൈനുകൾ സുരക്ഷിതമാണെന്ന് ഈ പാടത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഉറപ്പാക്കണമെന്നും അങ്ങനെ ആ തരത്തിൽ അപകട സാഹചര്യങ്ങൾ എന്തായാലും ഒഴിവാക്കണം എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ സജീവമാകുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ഉമേഷ്, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് സംസ്ഥാനത്ത് നിലവിലുള്ള മഴ മുന്നറിയിപ്പ്. ഇടുക്കിയിൽ ഉൾപ്പെടെ, തൃശ്ശൂരിൽ ഉൾപ്പെടെ നല്ല മഴയുള്ള കാര്യം പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. മലയോര മേഖലകളിലേക്ക് ഈ രാത്രി സമയത്ത് കനത്ത മഴ നിൽക്കുന്ന സാഹചര്യത്തിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ആ നിലയ്ക്കുള്ള മുന്നറിയിപ്പുകളൊക്കെ പ്രേക്ഷകർ പാലിക്കുമല്ലോ. ഹരികൃഷ്ണനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
രാജ്യത്ത് ഉപഭോക്തൃ വിലക്കയറ്റം 5 വർഷത്തെ കുറഞ്ഞ നിരക്കിൽ. ഭക്ഷ്യവസ്തുക്കളുടെ വില ഗണ്യമായി കുറഞ്ഞു. നഗരമേഖലകളിൽ ഉപഭോക്തൃ വിലക്കയറ്റം 3% താഴെയും ഗ്രാമപ്രദേശങ്ങളിലാകട്ടെ 4%. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, എങ്ങനെയാണ് ആ ശതമാനക്കണക്കുകൾ? ശ്രീനാഥ്, ഉന്മേഷ്, ഉപഭോക്തൃ വിലക്കയറ്റം, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അത് 59 മാസത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എത്തി എന്നതാണ് ശ്രദ്ധേയം. 3.54, അതായത് RBI നേരത്തെ ലക്ഷ്യമിട്ട 4% താഴെയിലേക്ക് ഇപ്പോൾ വിലക്കയറ്റം എത്തി. അത് നേരത്തെ ജൂൺ മാസത്തിൽ അത് 5% മുകളിലായിരുന്നു, 5.08%. ഈ ഒരു മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം ഭക്ഷ്യവസ്തുക്കൾക്കുണ്ടായിരുന്ന ഒരു വലിയ വിലക്കയറ്റം അത് ഗണ്യമായി കുറഞ്ഞു എന്നതാണ്. നേരത്തെ ജൂൺ മാസത്തെ കണക്കനുസരിച്ച് 9.36 ആയിരുന്നത് അത് 5.42 ആയി കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം നഗര മേഖലകളിൽ എങ്ങനെയാണ് വിലക്കയറ്റം എന്ന് പരിശോധിച്ചാൽ ഗ്രാമമേഖലകളിലേക്ക് വന്നാൽ 4.10%, അതേസമയം നഗരമേഖലകളിൽ അത് 3%-നും താഴേക്ക് എത്തി എന്നത് ഒരു നേട്ടമാണ്. 2.98%. അതായത് വിലക്കയറ്റം ഗണ്യമായി കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ RBIയുടെ ധനനയ സമിതി യോഗം അടുത്ത തവണ കൂടുമ്പോൾ റിപ്പോ നിരക്കിലടക്കം ഈ ഒരു മാറ്റം പ്രതിഫലിക്കാനുള്ള സാധ്യത ഉണ്ട്. ഉന്മേഷ്, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ചില ജനകീയ വിഷയങ്ങളൊക്കെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നൌഷാദ് പുന്നത്തല പറയുന്നുണ്ട്, പൊന്നാനിയിൽ മുഴുവൻ റോഡുകളും തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ് ഉള്ളത്. നടുവൊടിഞ്ഞ് മാത്രമേ ഇതിലൂടെ യാത്ര ചെയ്യാനാകൂ. സ്ഥലം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പുതിയ മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. മഴ വിവരങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. വയനാട്, പാലക്കാടൊക്കെ മഴയുണ്ടെന്ന് പ്രേക്ഷകർ വീണ്ടും നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അവിടെ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. 5 വിദ്യാർത്ഥികളെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് അവിടെ സംഭവിച്ചത്? സൂരജ്. ഉന്മേഷ്, പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. റാഗിങ്ങിന്റെ ഭാഗമായിക്കൊണ്ടാണ് മർദ്ദനം എന്നുള്ളതാണ് പറയുന്നത്. ഈ അധ്യയന വർഷം തുടങ്ങിയത് മുതൽ തന്നെ ഇത്തരത്തിൽ പലപ്പോഴും തങ്ങളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തിരുന്നു. ആ സമയത്തെല്ലാം തന്നെ അധ്യാപകരോടും രക്ഷിതാക്കളോടുമെല്ലാം ഈ വിവരം ധരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഈ 5 വിദ്യാർത്ഥികളും പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് ഇവർക്ക് നേരെ വലിയ രീതിയിലുള്ള മർദ്ദനം ഉണ്ടാകുന്നത്. മുഖത്തുൾപ്പെടെ ഈ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടികളുടെ ചുണ്ടടക്കം മുറിഞ്ഞതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തു വിടുന്നുമുണ്ട്. പക്ഷേ ഇവരുടെ മുഖം നമുക്ക് കാണിക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. എന്നാൽ പോലും ഇവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ പിന്നീട് ഈ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ തുടർച്ചയായി മർദ്ദനമുണ്ടാകുന്ന സമയത്ത് സ്കൂൾ അധികൃതരെ അടക്കം ഈ വിവരം ധരിപ്പിച്ചിരുന്നു. പക്ഷേ ഇവർ ഇത് ഗൗരവത്തിൽ എടുക്കാതെ പോയതാണ് വീണ്ടും ഈ കുട്ടികളെ ആക്രമിക്കുന്നതിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഈ പരിക്കേറ്റ 5 വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കൾ. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ഭീതി ഉയർത്തുകയാണ്. ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് പരിശോധനകൾ നടക്കുന്നതിനിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നാവായിക്കുളം സ്വദേശി ശരണ്യയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 3 ഇതുവരെ രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശരണ്യയുടെ പരിശോധനാ ഫലം ഇന്നലെയാണ് ലഭിച്ചത്. അടുത്തിടെ നാവായിക്കുളം പഞ്ചായത്തിലെ ഒരു തോട്ടിൽ കുളിച്ചിരുന്നുവെന്ന് ശരണ്യ ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 7 ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നുൾപ്പെടെയാണ് രോഗികൾക്ക് നൽകുന്നത്. രോഗം ബാധിച്ച് നെയ്യാറ്റിൻകര കണ്ണറവിള സ്വദേശി അഖിൽ കഴിഞ്ഞ മാസം 23-നാണ് മരിച്ചത്. തുടർന്ന് ഇയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ 5 പേർക്ക് കൂടി രോഗം ബാധിച്ചു. ഇവരെല്ലാം കണ്ണറവിളക്കാവിൽ കുളത്തിൽ കുളിച്ചവരായിരുന്നു. പിന്നാലെ പേരൂർക്കട മണ്ണാമല സ്വദേശിക്കും രോഗബാധയുണ്ടായി. പൊതുക്കുളം ഉപയോഗിക്കാത്ത മണ്ണാമൂല സ്വദേശിക്ക് രോഗബാധ എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഇയാളെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കാവിൻകുളത്തെ കലങ്ങിയ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഫലം ലഭിച്ചിട്ടില്ല. മുൻപ് കുളത്തിൽ നിന്ന് ശേഖരിച്ചത് തെളിഞ്ഞ വെള്ളമായതിനാൽ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. ലോകത്ത് ഇതുവരെ 200 പേർക്ക് മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. തലസ്ഥാനത്ത് 1 മാസത്തിനുള്ളിൽ 3 ഇത്രയും പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടും ഉറവിടം കണ്ടെത്താനാകാത്തത് ആരോഗ്യവകുപ്പിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.
ഇപ്പോൾ വരുന്ന ഒന്ന് രണ്ട് വാർത്തകൾ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട അന്തർ സംസ്ഥാന പദ്ധതികൾ തയ്യാറാക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി എന്നുള്ള കാര്യം ഇപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിൽ ഒരു യോഗം നടന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ വനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. മറ്റൊന്ന്, എറണാകുളം പനമ്പള്ളി നഗറിൽ കഴിഞ്ഞ മെയ് 3 യുവതി നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊലക്കുറ്റം ചുമത്തുമെന്ന് DGP ഇപ്പോൾ ബാലാവകാശ കമ്മീഷനെ അറിയിച്ചു എന്നുള്ള വാർത്ത ഹരികൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയനാട് ദുരന്ത മേഖലയിലെ സേവനത്തിന് കൂടുതൽ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള സൈക്യാട്രി വിദഗ്ധ ഡോക്ടർമാരെ നിയോഗിക്കാൻ ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. മന്ത്രി വീണ ജോർജാണ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ആ വാർത്തകൾ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലും അതിന്റെ പ്രതിഫലനങ്ങളും രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനെയും ആശങ്കയിലാക്കുന്നതാണ്. സെബി മേധാവി മാധബി ബുച്ചിന്റെ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ് ഇന്നും രംഗത്തെത്തി. മാധബി ബുച്ചിനെതിരെയുള്ള ആരോപണം ഗുരുതരമാണെന്നും സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അതേസമയം രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രണമാണ് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ എന്നാണ് BJPയുടെ കുറ്റപ്പെടുത്തൽ. സിംഗപ്പൂരിൽ കഴിയുന്ന സ്വകാര്യ വ്യക്തികളെന്ന നിലയിലാണ് നിക്ഷേപം നടത്തിയതെന്നാണ് മാധവി ബുച്ചിന്റെയും ഭർത്താവിന്റെയും വാദം. ഈ നിലപാടിനെ മുൻനിർത്തിയാണ് ഹിൻഡൻബർഗിന്റെ വെല്ലുവിളി. വിനോദ് അദാനിയുടെ പണത്തിനൊപ്പം ബെർമുഡ, മൗറീഷ്യസ് ഫണ്ട് ഘടനയിലെ നിക്ഷേപത്തെപ്പറ്റി പരസ്യമായി സ്ഥിരീകരിക്കുന്നതാണ് മാധവിയുടെ പ്രതികരണമെന്നാണ് ഹിൻഡൻബർഗ് നിലപാട്. സെബിയുടെ മുഴുവൻ സമയ അംഗമായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഭർത്താവിന്റെ പേരിൽ ബിസിനസ് ചെയ്യാൻ മാധവി സ്വകാര്യ ഇമെയിൽ ഉപയോഗിച്ചു. സിംഗപ്പൂരിലെയും ഇന്ത്യയിലെയും കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിലേതടക്കം ഉപഭോക്താക്കളുടെ മുഴുവൻ പട്ടികയും ഇടപാടുകളുടെ വിശദാംശങ്ങളും പരസ്യമാക്കാൻ സാധിക്കുമോ എന്നാണ് ഹിൻഡൻബർഗ് ചോദ്യം. പൊതുവായതും സുതാര്യമായതുമായ അന്വേഷണത്തിന് മാധവി ബുച്ചിൻ തയ്യാറാകണമെന്നും ഹിൻഡൻബർഗ് നിർദ്ദേശിക്കുന്നു. മാധവി ബുച്ചിന് എതിരായ നിലപാട് കോൺഗ്രസ് ഇന്നും കടുപ്പിച്ചു. സെബി അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോഴും അവർ തുടരുന്നത് അവിശ്വസനീയമാണെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ട സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത്? എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് അവർ ആ കസേരയിൽ തുടരുന്നതിലാണ്. ഇപ്പോഴത്തെ വിവാദങ്ങൾ നിക്ഷിപ്ത താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നാണ് വിഷയത്തിലെ BJPയുടെ നിലപാട്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പരിക്കേൽപ്പിക്കുക എന്നതാണ് ആധികാരികതയില്ലാത്ത വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനമെന്ന് BJP കുറ്റപ്പെടുത്തി. तो जो हिंडनबर्ग एंटी इंडिया का फ्रंट बना हुआ है उसकी रिपोर्ट को लेकर कांग्रेस पार्टी हल्ला करती है, तो कांग्रेस पार्टी को हम देश में एक्सपोज करेंगे. जान करके भारत में आर्थिक अराजकता लाने के लिए कांग्रेस पार्टी पड़ी हुई है. ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനത്തിന്റെ സുതാര്യമായ പ്രവർത്തനത്തെക്കുറിച്ച് ഗൗരവകരമായ സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഹിൻഡൻബർഗിനെതിരെയുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ. മറുനാടൻ നിക്ഷേപവും ഇടപാടുകളും കടലാസ് കമ്പനികളും ഒരുപോലെ സങ്കീർണവും ദുരൂഹവുമാണെന്ന് വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു. മാധബി ബുച്ചിന്റെ വ്യക്തി താൽപര്യങ്ങളും സെബിയുടെ അധ്യക്ഷയെന്ന നിലയിലുള്ള നിയന്ത്രണ ചുമതലയും പൊരുത്തപ്പെടുന്നതല്ല എന്ന ആരോപണം കേന്ദ്ര സർക്കാരിനും വലിയ വെല്ലുവിളി സമ്മാനിക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ ചില സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും പൊതുതാൽപര്യ ഹർജി നൽകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വാദങ്ങളും പ്രതിവാദങ്ങളും ശക്തമാകുമ്പോൾ ഈ മേഖലയിലെ നിക്ഷേപം നടത്തിയ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആശങ്കകൾ അത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൻ്റെ തുടർചലനങ്ങൾ ഇന്ത്യയുടെ സമ്പദ് മേഖലയിൽ വരും ദിവസങ്ങളിലും വലിയ ചലനങ്ങളാകും സൃഷ്ടിക്കുക. മാധബി ബുച്ചിൻ താൻ പ്രഖ്യാപിച്ച നിയമ നടപടികൾ അടുത്ത ദിവസം യാഥാർത്ഥ്യമാകുമെന്ന് പ്രതികരിച്ചിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർ ഇപ്പോൾ ഈ റേഷൻ കടകളിലെ മണ്ണെണ്ണ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. കുര്യൻ KJ അറിയിക്കുന്നത് റേഷൻ മണ്ണെണ്ണ ഇപ്പോൾ കിട്ടാനില്ല, ബന്ധപ്പെട്ടവരെ അറിയിക്കണം. 2-3 മാസം കൂടുമ്പോഴാണ് 1/2 ലിറ്റർ കിട്ടുന്നത്, അതുപോലും ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ജോസ്വിൻ ജോസഫും സമാനമായ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റേഷൻ കടയിൽ മണ്ണെണ്ണ കിട്ടാനില്ല, ഇടപെടൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കും. ഒട്ടേറെ പ്രേക്ഷകർ നമ്മുടെ മഴ വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും അറിയിക്കുന്നുണ്ട്. യൂട്യൂബിൽ കമന്റുകളായി വിവിധയിടങ്ങളിലെ മഴ ഇപ്പോഴും നിറയുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയുള്ള ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാർത്താ പ്രേക്ഷകർ അറിയിക്കുകയാണ്. അവിടെ ഹീറ്റർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിരിക്കുന്നു. പുത്തൂരിലാണ് ഈ സംഭവം. വീട്ടിലെ കിടക്കയും വീട്ടുപകരണങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. പുത്തൂർ സ്വദേശി തടത്തിൽ ഭാസ്കറിന്റെ വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്ന് സൂരജ് സജി അറിയിക്കുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. നമ്മളിനി പോകുന്നത് കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്കാണ്. കേസ് ഡയറി.
ആലപ്പുഴ തകഴി കുന്നുമയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ മരണകാരണം കണ്ടെത്താൻ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണമെന്ന് പോലീസ്. കുഞ്ഞിന്റെ DNA പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകൾ അയച്ചു. പൂച്ചാക്കൽ സ്വദേശിനിയായ 21-കാരി ജന്മം നൽകിയ 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുട്ടി എങ്ങനെ മരണപ്പെട്ടു എന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച നവജാത ശിശുവിനെയാണ് തകഴി കുന്നുമലിലെ പാടശേഖരത്തിന്റെ ബണ്ടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിലും യഥാർത്ഥ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വിശദമായ ഒപ്പീനിയന്റെ പെൻഡിംഗ് ഉണ്ട്, അത് പിന്നീട് വഴി അറിയിക്കും. ശ്വാസം മുട്ടി അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയാനായിട്ടില്ല. അത് വിശദമായ റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്, ഒന്നും പറയാനായിട്ടില്ല. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. 5 ദിവസം പഴക്കമുള്ള നവജാത ശിശുവിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടത്തിനായി ലഭിച്ചതെന്നും ഇതാണ് പ്രാഥമിക നിഗമനങ്ങളിലെത്താൻ തടസ്സമായത് എന്നുമാണ് പോലീസ് സർജൻ വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവതിയുടെ അടുത്ത ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. കുട്ടിയുടെ ബന്ധു ഏറ്റെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ വില്ലിങ് ആയിരുന്നു. ഇവരെ പറയായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നു. ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയില്ലായിരുന്നു. നിലവിൽ കേസിൽ നവജാത ശിശുവിന്റെ മാതാവിനെയും ആൺസുഹൃത്തിനെയും ഉൾപ്പെടെ റിമാൻഡ് ചെയ്തു. എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിയാണ് മജിസ്ട്രേറ്റ് യുവതിയെ റിമാൻഡ് ചെയ്തത്. മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച കേസിലെ 3-ാം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മാനഹാനി ഭയന്നാണ് ഗർഭിണിയാണ് എന്ന വിവരം മറച്ചുവെച്ചത് എന്ന് യുവതി പോലീസിന് മൊഴി നൽകി. യുവതിയും ആൺസുഹൃത്തും തമ്മിലുള്ള ബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നും ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ വീട്ടുകാർ ഒരുക്കമായിരുന്നുവെന്നും ബന്ധുക്കൾ അറിയിച്ചു. എന്നിട്ടും എന്തിന് കാര്യം മറച്ചുവെച്ചു എന്ന ചോദ്യവും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. കുഞ്ഞിന്റേത് കൊലപാതകമാണെങ്കിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഉൾപ്പെടെ മാറ്റമുണ്ടാകും. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കുഞ്ഞിന്റെ മരണകാരണം കണ്ടെത്താൻ കഴിയൂ എന്നാണ് പോലീസ് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. മരണകാരണം എന്തെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അന്വേഷണ സംഘത്തിനും ഇനി കൂടുതൽ ചുവടുകൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഷിബിൻ ബഷീറിനൊപ്പം ശ്യാംകുമാർ, 24 ആലപ്പുഴ. പ്രേക്ഷകർ ഇങ്ങനെ മഴ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹരികൃഷ്ണൻ ഒരു കാര്യം അറിയിക്കുന്നത്. കനത്ത മഴയിൽ റേഷൻ കടയിൽ ഇപ്പോൾ വെള്ളം കയറി നാശനഷ്ടമുണ്ടായിരിക്കും. തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് സർവീസ് സഹകരണ ബാങ്കിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റേഷൻ കടയിലാണ് വെള്ളം കയറിയത്. 100-ലധികം ചാക്ക് അരി ഇപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുന്നു എന്നാണ് ഹരികൃഷ്ണൻ അറിയിക്കുന്നത് തിരുവനന്തപുരത്ത്. പാലരുവി എക്സ്പ്രസിലെ യാത്രാ ദുരിതത്തിൽ എറണാകുളത്ത് പ്രതിഷേധവുമായി യാത്രക്കാർ. വന്ദേ ഭാരത് എക്സ്പ്രസ് കടന്നുപോകാനായി പാലരുവി എക്സ്പ്രസ് മുളന്തുരുത്തി സ്റ്റേഷനിൽ പിടിച്ചിടുന്നതിന് എതിരെയാണ് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ പ്രതിഷേധം. സ്റ്റേഷൻ മാസ്റ്റർക്ക് യാത്രക്കാർ നിവേദനം നൽകി. റെയിൽവേ പറയുന്നത് വന്ദേ ഭാരതിന് വേണ്ടി സിഗ്നൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് മുമ്പിലും പുറയിലും ഉള്ളതെല്ലാം വന്ദേ ഭാരതിന് വേണ്ടി സിഗ്നൽ ക്ലിയർ ആക്കും. ബാക്കി വണ്ടികൾ അവിടെ കിടന്നു പൊക്കോട്ടെ. ബാക്കി യാത്രക്കാർക്ക് ഇരിക്കാൻ ഞങ്ങൾ ആരും പറയുന്നില്ല, നിൽക്കാനുള്ള സാധിച്ചാൽ മതി. 2 കാലും കുത്തി നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. ഞങ്ങൾക്ക് ഇരിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല. രാവിലെ 8 മണിക്ക് മുളന്തുരുത്തി വഴി കടന്നു പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിനായി 7:50 മുതൽ പാലരുവി എക്സ്പ്രസ് മുളന്തുരുത്തി സ്റ്റേഷനിൽ പിടിച്ചിരുന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ട്രെയിൻ പിടിച്ചിരുന്നതോടെ 8:40 എറണാകുളം നോർത്തിലെത്തേണ്ട പാലരുവി എക്സ്പ്രസ് പലപ്പോഴും വൈകുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കോച്ചുകളുടെ എണ്ണം കുറച്ചതും രാവിലെ കോട്ടയം എറണാകുളം റൂട്ടിൽ പാസഞ്ചർ മെമു ട്രെയിൻ സർവീസ് ഇല്ലാത്തതും പാലരുവി എക്സ്പ്രസിൽ തിരക്ക് കൂട്ടാൻ കാരണമായി. തിരക്ക് കാരണം ട്രെയിനിൽ യാത്രക്കാർ കുഴഞ്ഞു വീഴുന്നതും പതിവാണ്. ഇന്നും തിരക്കാണ്, അതിനകത്ത് നിൽക്കാൻ പോലും വളരെ കഷ്ടപ്പെട്ട് ഇടിച്ചു തള്ളിയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിന് പുറകെ വരുന്ന വേണാട്ടിനും ഇതേപോലെ തിരക്കാണ്. അപ്പോൾ ഇടയ്ക്കൊരു മെമു എന്തായാലും അത്യാവശ്യമാണ്. ഒന്നെങ്കിൽ പാലരുവിക്ക് കോച്ചുകൾ കൂട്ടിത്തരിക, അല്ലെങ്കിൽ ഒരു മെമു അനുവദിച്ചു തരിക. ഇത്രയാണ് ഞങ്ങളുടെ ആവശ്യം. ആ ദിവസവും ഇതുപോലെ തന്നെ തിരക്കുകളാണ് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ യാത്ര ചെയ്യാനായിട്ടൊക്കെ. ഞാൻ ഡോറിൽ തൂങ്ങിക്കിടന്നാണ് വരുന്നത് സ്ഥിരം. എൻ്റെ മരണത്തിന് ഉത്തരവാദിത്വം ആര് പറയും? 1:35 കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് കോട്ടയത്തും വഴി കൊല്ലത്തേക്ക് പോകുന്ന മെമു ട്രെയിൻ അസാധാരണ തിരക്കായതുകൊണ്ട് തിങ്കളാഴ്ച കൂടി ഓടിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്യുക. 4 മണിക്ക് കോട്ടയം വഴി ഒരു പാസഞ്ചർ കൂടി ആരംഭിക്കുക. പാലരുവി എക്സ്പ്രസ് മുളന്തുരുത്തി സ്റ്റേഷനിൽ പിടിച്ചിരുന്നതിന് പകരം തൃപ്പൂണിത്തുറയിൽ പിടിച്ചിട്ടാൽ മെട്രോ സർവീസ് ഉള്ളതിനാൽ
യാത്രാ ദുരിതത്തിന് പകുതി ആശ്വാസമാകുമെന്ന് യാത്രക്കാർ പറയുന്നു. യാത്രാക്ലേശത്തിന് പരിഹാരമാകാൻ റെയിൽവേയുടെ അടിയന്തര ഇടപെടലാണ് യാത്രക്കാരുടെ ആവശ്യം. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ തുഞ്ചന്റെ നാടെന്ന അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണം വരുന്നുണ്ട്. സൗദി അറേബ്യയുടെ വെസ്റ്റ് റീജിയൻ പ്രവിശ്യകളിൽ പ്രധാനമായി തായിഫിൽ ശക്തമായ ഇടിയും മിന്നലോടും കൂടിയ മഴയുണ്ട്. നാട്ടിലെ മഴ വിവരങ്ങൾ പറയുമ്പോൾ ഇതുകൂടി പറയണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലും മഴ പെയ്യുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർ കൂടുതൽ ഇടങ്ങളിലെ മഴ വിവരങ്ങൾ ഇപ്പോൾ നമ്മെ അറിയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കേരളം മുഴുവൻ ശക്തമായ മഴയാണ്. എറണാകുളത്ത് നിർത്താതെ മഴ പെയ്യുന്നു എന്നാണ് അവർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ റീന സതീശൻ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. നമ്മൾ നൽകിയ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വന്ദേ ഭാരതിന് വേണ്ടി പല ട്രെയിനുകളും പല സ്ഥലത്തും പിടിച്ചിടാറുണ്ട്. അത് കാരണം ട്രെയിനുകൾ സമയക്രമം പാലിക്കാതെ ഓടിക്കേണ്ടി വരുന്നു എന്നാണ് റീന സതീശൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പാലിയേക്കര ടോൾ പ്ലാസ ബൂത്ത് മാനേജിംഗ് ഡയറക്ടർക്കും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനും വാറണ്ട്. ഉപഭോക്തൃ കോടതി വിധി ലംഘിച്ചതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇപ്പോൾ ഈ വാറണ്ട്. സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, തൃശൂർ സ്വദേശിയായിട്ടുള്ള ജോർജ് തട്ടിൽ ഒരു ഹർജി നൽകിയിരുന്നു. അതായത് ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിച്ചുവെന്നും അതോടൊപ്പം തന്നെ മാഞ്ഞു പോകുന്ന രസീതുകൾ നൽകി എന്നുള്ളതുമായിരുന്നു ഈ പരാതി. ഈ പരാതിയിൽ മേൽ കഴമ്പുണ്ടെന്ന് കോടതി കണ്ടെത്തുകയും 10,000 രൂപ നഷ്ടപരിഹാരം ഈ ജോർജിന് നൽകാൻ വിധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അന്ന് കോടതി സുപ്രധാനമായി പറഞ്ഞിരുന്നത് ഈ മാഞ്ഞു പോകാത്ത തരത്തിലുള്ള ടോൾ രസീതുകൾ നൽകണം എന്നൊരു നിർദ്ദേശമായിരുന്നു, ഉത്തരവായിരുന്നു കോടതി നൽകിയത്. പക്ഷേ മാസങ്ങൾക്കിപ്പുറം ജോർജും കുടുംബവും വീണ്ടും ഇതുവഴി സഞ്ചരിക്കുന്നു. ആ സമയത്ത് നൽകിയ രസീത് മാഞ്ഞു പോകുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ കോടതി പറഞ്ഞ പ്രകാരമുള്ള നഷ്ടപരിഹാരവും നൽകിയിരുന്നില്ല. തുടർന്നാണ് ജോർജ് ഈ കോടതി വിധി പാലിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഹർജിയുമായി കോടതിയെ സമീപിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പാലിയേക്കര ടോൾ ബൂത്ത് മാനേജിംഗ് ഡയറക്ടർ അതുപോലെ തന്നെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി എന്നിവരുടെ പ്രതികളെക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കോടതി കടന്നിരിക്കുന്നു. 1 വർഷം വരെ തടവ് ലഭിക്കാവുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ ഈ കോടതി കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു മൃതദേഹവും 2 ശരീരഭാഗങ്ങളും കൂടി കണ്ടെത്തി. തെരച്ചിൽ നാളെയും തുടരുമെന്ന് റവന്യൂ മന്ത്രി. ക്യാമ്പിൽ കഴിയുന്നവർക്കായി വീടുകൾ കണ്ടെത്തിയെന്നും വാടക സർക്കാർ നൽകുമെന്നും കെ രാജൻ. ദുരന്തബാധിതരുടെ ചുരുൾമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക്. ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാട് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. ചിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ പ്രതിസന്ധിയുണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. പുഴയിലെ ശക്തമായ അടിയൊഴുക്ക് വെല്ലുവിളി. ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തി നാവികസേന. കാർവാറിൽ അടിയന്തര യോഗം. തെരച്ചിൽ കാര്യത്തിൽ അന്തിമ തീരുമാനം നാളത്തെ പരിശോധനയ്ക്ക് ശേഷം. കർണാടക സർക്കാരിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. തെരച്ചിൽ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് അർജുന്റെ കുടുംബം. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം മുതൽ വയനാട് ജില്ല വരെ മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കനത്ത മഴ. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. ജലാശയങ്ങളിൽ കുളിച്ചവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണം. വർഷങ്ങളായി വാട്ടർ ടാങ്ക് വൃത്തിയാക്കാത്തവർ ശ്രദ്ധിക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കിയെന്നും ആരോഗ്യവകുപ്പ്. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ നീക്കം. JPC അന്വേഷണത്തെ സർക്കാർ ഭയക്കുന്നുവെന്ന് KC വേണുഗോപാൽ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെ കുപ്രചാരണമെന്ന് BJP. സെബി മേധാവിയുടെ ഇന്ത്യയിലും പുറത്തുമുള്ള നിക്ഷേപങ്ങൾ പുറത്തുവിടാൻ ഹിൻഡൻബർഗിന്റെ വെല്ലുവിളി. അദാനി കമ്പനികൾക്ക് ഇന്നും ഓഹരി വിപണിയിൽ തിരിച്ചടി. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ തമ്മിലുള്ള ഉന്തും തള്ളും ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം. ക്യാമറ തകർക്കുമെന്നും കൈവയ്ക്കുമെന്നും ഭീഷണി. പന്തളത്ത് പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനത്തിനിടെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ നാടകീയ രംഗങ്ങൾ. മുസ്ലിം ലീഗ് പിന്തുണയോടെ CPIM-ന്റെ സബീന ബിഞ്ചുവിന് ജയം. LDF-ന് വോട്ട് ചെയ്തത് 5 മുസ്ലിം ലീഗ് അംഗങ്ങൾ. പരസ്യപ്പോരിന് വഴിയൊരുക്കിയത് മത്സരത്തെ ചൊല്ലിയുള്ള ലീഗ് കോൺഗ്രസ് തർക്കം. മുസ്ലിം ലീഗിന്റേത് ചതിയൻ ചന്തുവിന്റെ രീതിയെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. ആലപ്പുഴ തകഴിയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്ത് പോലീസ്. മൃതദേഹം അമ്മയുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മരിച്ച നിലയിലാണ് തനിക്ക് കുഞ്ഞിനെ കിട്ടിയതെന്ന് മാതാവിന്റെ ആൺസുഹൃത്ത്. പ്രസവശേഷം സുഹൃത്തിനെ വിളിച്ചു വരുത്തിയെന്ന് യുവതിയുടെ മൊഴി. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിഷേധം വ്യാപകം. രാജ്യവ്യാപക സമരവുമായി റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ സംഘടന. മരിച്ച ഡോക്ടറുടെ കുടുംബത്തെ സന്ദർശിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP.
മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പുതിയ ഡാം വേണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി. ഗൗരവമായി എടുക്കേണ്ട വിഷയമെന്ന് ജോസ് കെ മാണി MP. സ്ഥിതിഗതികൾ വിലയിരുത്തി ഇടുക്കി കളക്ടറേറ്റിൽ ഉന്നതതല യോഗം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി നാളെ. ജസ്റ്റിസ് VG അരുൺ അധ്യക്ഷനായ ബെഞ്ച് വിധി പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക്. രാജ്യത്ത് ഉപഭോക്തൃ വിലക്കയറ്റം 5 വർഷത്തെ കുറഞ്ഞ നിരക്കിൽ. ഭക്ഷ്യവസ്തുക്കളുടെ വില ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ. നഗരമേഖലകളിൽ ഉപഭോക്തൃ വിലക്കയറ്റം 3% താഴെ. ഗ്രാമപ്രദേശങ്ങളിൽ ഉപഭോക്തൃ വിലക്കയറ്റം 4%. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. നടപടി സെക്ഷൻ ക്ലർക്ക്, അക്കൗണ്ടന്റ്, സൂപ്രണ്ട് എന്നിവർക്കെതിരെ. സസ്പെൻഷൻ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ.